UDF ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ ആശാ വർക്കേഴ്സിന് ഇൻസെന്റീവ് വർദ്ധിപ്പിക്കും. പഞ്ചായത്ത് കമ്മിറ്റി കൂടി വിഷയത്തിൽ നയപരമായ തീരുമാനമെടുക്കും. ഇത് സംബന്ധിച്ച KPC സർക്കുലർ ഉടൻ ഉണ്ടാകും. സലിം മാലിക് വിവരങ്ങളുമായി ചേർന്നു. സലിം, ഇപ്പോൾ ഒരു പഞ്ചായത്ത് 1000 രൂപ കൂട്ടി നൽകിയ വാർത്ത ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. അത് സംസ്ഥാന വ്യാപകമായ എത്ര തീരുമാനത്തിലേക്ക് KPCC അല്ലെങ്കിൽ UDF പോവുകയാണോ? അങ്ങനെയാണെങ്കിൽ അത് എന്താണ്, സ്വാഗതാർഹമായ തീരുമാനമാണ്. മറ്റ് പഞ്ചായത്തുകൾ കൂടി പ്രചോദനമാകുമെങ്കിൽ. സലിം. ഹാഷ്മി, ഈ സംസ്ഥാന വ്യാപകമായി UDF ഭരിക്കുന്ന പഞ്ചായത്തുകളിലും മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലും ആശാ വർക്കേഴ്സിന് ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് കൊല്ലം ജില്ലയിലെ തൊടിയൂർ ഗ്രാമപഞ്ചായത്തിലും ഇന്നലെ പത്തനംതിട്ട ജില്ലയിലെ മറ്റൊരു പഞ്ചായത്തിലും സമാനമായി 1000 രൂപ വീതം ഇൻസെന്റീവ് വർദ്ധിപ്പിച്ചിരുന്നു. അത് രണ്ട് UDF ഭരിക്കുന്ന പഞ്ചായത്തുകളാണ്. അത് UDFന്റെ തന്നെ ഈ നയപരമായ തീരുമാനത്തിന്റെ ഭാഗമായി തന്നെ വർദ്ധിപ്പിച്ചതാണ്. അത് ഔദ്യോഗികമായി UDF തന്നെ ഒരു KPCC തന്നെ സർക്കുലറായി കോൺഗ്രസ് പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കും കോൺഗ്രസിന്റെ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാർക്കും നൽകും എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം ഈ വിഷയത്തിൽ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുക എന്നുള്ളത്, അതായത് പഞ്ചായത്തിന്റെയോ അതല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെയോ പരിധിയിൽ, സാമ്പത്തിക പരിധിയിൽ വരുന്ന നിലയിൽ ഈ നിലയിൽ തുക വർദ്ധിപ്പിക്കുക എന്നുള്ളത് നയപരമായ തീരുമാനമാണ്. അതുകൊണ്ട് അതത് കമ്മിറ്റികൾ കൂടിച്ചേർന്ന ശേഷം ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണം. ഏറ്റവും കുറഞ്ഞത് 1000 രൂപയെങ്കിലും വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് UDFന്റെ ആലോചന. അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കളും പ്രതിപക്ഷ നേതാവും ഒക്കെ ഇപ്പോൾ കൂടിക്കാഴ്ചയും നടത്തുന്നുണ്ട്. കാരണം ഇത് ഏത് നിലയിൽ സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ളതാണ് ആലോചന. അതിനുശേഷം ഒട്ടും വൈകാതെ തന്നെ ഈ ആഴ്ചയോടുകൂടി തന്നെ സംസ്ഥാനത്തെ മുഴുവൻ UDF ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലും ഇൻസെന്റീവ് വർദ്ധിപ്പിച്ച് ഉത്തരവിറക്കാനാണ് നിലവിൽ ആലോചിക്കുന്നത്. അതുകൊണ്ട് രണ്ട് ഗുണം UDF ലക്ഷ്യമിടുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും തദ്ദേശ സ്ഥാപനങ്ങളിലെ ബജറ്റൊക്കെ നടക്കുകയാണ്. ആ പശ്ചാത്തലത്തിൽ അത് ഏറ്റവും അവസാനത്തെ ഈ അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഏറ്റവും അവസാനത്തെ ബജറ്റാണ്. ആ നിലയിൽ കൂടി ഒരു രാഷ്ട്രീയ നേട്ടം കൂടി UDF ആലോചിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ആശമാർക്കൊപ്പമാണ് UDF എന്ന പ്രഖ്യാപനം നടത്തിയിരുന്നു. അതിൽ UDFന് കഴിയും വിധത്തിൽ, സംസ്ഥാനത്ത് ഭരണമില്ലെങ്കിലും UDFന് കഴിയും വിധത്തിൽ ആവശ്യത്തിൽ ഇടപെടൽ ഉണ്ടാക്കുന്നുണ്ട് എന്നൊരു തോന്നൽ നൽകുക എന്നുള്ളത് കൂടിയാണ് UDF ഈ വിഷയത്തിൽ ലക്ഷ്യമിടുന്നത്. ഹാഷ്മി, അത് നിർണായകമായൊരു തീരുമാനമാകും. അങ്ങനെയാണെങ്കിൽ പഞ്ചായത്തുകൾക്ക് മാത്രം തീരുമാനിക്കേണ്ട കാര്യവുമല്ല, തീരുമാനിക്കാൻ കഴിയുകയുമില്ല. എങ്കിൽ കൂടിയും അവർക്ക് പ്രഖ്യാപിക്കാൻ കഴിയുന്ന തുകയ്ക്ക് അങ്ങേയറ്റം പരിമിതി ഉണ്ടാകും. പരിമിതമാണെങ്കിൽ കൂടി 500 രൂപ 500 രൂപ അതെങ്കിലും കൂട്ടിക്കൊടുക്കാൻ ആരെങ്കിലും തീരുമാനിച്ചാൽ സ്വാഗതാർഹമാണ്.